മന്ത്രിമന്ദിരങ്ങളുടെ വാർഷിക അറ്റകുറ്റപ്പണികൾക്കായി 3.95 കോടി രൂപ അനുവദിച്ച ഉത്തരവ് 9 മന്ത്രിമന്ദിരങ്ങൾക്കായാണ് തുക അനുവദിച്ചത്. ക്ലിഫ് ഹൌസിന് പണം അനുവദിച്ചില്ല. രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന് നടപ്പിലാക്കിയപ്പോൾ മോടി പിടിപ്പിക്കലും വി.ഡി. സതീശൻ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ അറ്റകുറ്റപ്പണിയുമായി മാറിയത് ഒരേ കാര്യം. അന്ന് ദൂർത്തെന്ന് പറഞ്ഞ അതേ വി.ഡി. സതീശൻ സർക്കാരിനാണ് ഇന്ന് 9 മന്ത്രിമന്ദിരങ്ങൾ അറ്റകുറ്റപ്പണി നടത്താൻ 4 കോടി രൂപയുടെ അടുത്ത് അനുവദിച്ചത്. ഏറ്റവും കൂടുതൽ തുക ചെലവഴിച്ച് അറ്റകുറ്റപ്പണി നടത്തുന്നത് മൻമോഹൻ ബംഗ്ലാവിലാണ്. 81.6 ലക്ഷം രൂപയാണ് ചെലവിടുന്നത്. നെസ്റ്റ്, ഉഷസ്, പൗർണമി ബംഗ്ലാവുകൾ 40 ലക്ഷം രൂപ വീതവും ചിലവിടും. പെരിയാർ 31.26 ലക്ഷവും, പമ്പ 31.43 ലക്ഷവും, കവടിയാർ ബംഗ്ലാവ് 40.06 ലക്ഷവും, ഗംഗ 31.53 ലക്ഷവും, അജന്ത 58.74 ലക്ഷവും വീതമാണ് അറ്റകുറ്റപ്പണിക്കായി അനുവദിച്ചിട്ടുള്ളത്. ക്ലിഫ് ഹൌസിനായി 1.35 കോടി രൂപ ചോദിച്ചിരുന്നുവെങ്കിലും അത് അനുവദിച്ചില്ല. ഈ കാണുന്ന മൻമോഹൻ ബംഗ്ലാവ് ഉൾപ്പെടെ 9 മന്ത്രിമന്ദിരങ്ങൾക്കാണ് 4 കോടിയോടടുപ്പിച്ച് അറ്റകുറ്റപ്പണിക്കുള്ള ഉത്തരവ് ലഭിച്ചിരിക്കുന്നത്. രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഇത് ദൂർത്താണെന്നും മോടി പിടിപ്പിക്കലാണെന്നും പറഞ്ഞ അതേ പ്രതിപക്ഷം ഇന്ന് ഭരണപക്ഷത്തിരിക്കുമ്പോഴാണ് ഇത് വീണ്ടും ആവർത്തിക്കുന്നത്. പക്ഷേ ഒരു വ്യത്യാസം മാത്രമുണ്ട്. അന്ന് പിണറായി വിജയൻ സർക്കാർ ചെയ്തപ്പോൾ മോടി പിടിപ്പിക്കലും ഇന്ന് വി.ഡി. സതീശൻ സർക്കാർ ചെയ്യുമ്പോൾ അത് അറ്റകുറ്റപ്പണിയുമാകുന്നു. വാക്കുകളുടെ വൈരുദ്ധ്യം മാത്രമാണ് അവിടെ നിറഞ്ഞു നിൽക്കുന്നത്. ക്യാമറ പേഴ്സൺ ഷാജില അലി ഫാത്തിമയ്ക്കൊപ്പം ദിൽന ദിനേശ്, കൈരളി ന്യൂസ്, തിരുവനന്തപുരം.